ഫീബ ഇന്ത്യ അവതരിപ്പിക്കുന്ന വീട്ടുകാര്യം എന്ന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് ആയിരിക്കണം. അതാണ് ഈ വീട്ടുകാര്യം എന്ന ഈ പരിപാടിയുടെ ഉദ്ദേശം. ഇത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെയും കുടുംബം സന്തോഷകരമായി തീരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കുടുംബത്തിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത റോളുകൾ, ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നു. പുരുഷൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ റോൾ കുടുംബത്തിൽ എന്താണ്? അത് പറയാൻ കുറേ അധികം സമയമെടുക്കും. കാരണം ഭർത്താവിന് വളരെയധികം ഉത്തരവാദിത്തം കുടുംബത്തിലുണ്ട്. ദൈവം എങ്ങനെയാണ് കുടുംബം സ്ഥാപിച്ചത്, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കുടുംബം സ്ഥാപിച്ചത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ദൈവം ആദ്യം പുരുഷനെയാണ് സൃഷ്ടിച്ചത്. പുരുഷനിൽ നിന്നാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. ഈവൻ ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ പോലും ആ കാര്യം പറയുന്നുണ്ട്. ആദ്യം പുരുഷനെയാണ് സൃഷ്ടിച്ചത് എന്ന് പറയും. ചിലർ ഇത് പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുമ്പോൾ ഭർത്താവിന് അല്പം പ്രായം കൂടുതലായിരിക്കണം എന്നൊക്കെ പറഞ്ഞത്. അതിലൊന്നും വലിയ കഥയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. എങ്കിലും പുരുഷൻ്റെ റോള് എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ എന്ത് ചെയ്യണം എന്ന് സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പുരുഷനോട് പറഞ്ഞു. അപ്പോൾ പുരുഷനെ അല്ലെങ്കിൽ ആദാമിനെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയത് ജോലി ചെയ്യാനാണ്. അപ്പോൾ അവനൊരു ജോലിയും കൊടുത്തു. മാത്രമല്ല, അന്ന് സൃഷ്ടിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ മേലും അധികാരവും അവന് കൊടുത്തു. മൃഗങ്ങളും ജീവജാലങ്ങളൊക്കെയും അവൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ അവനൊരു ജോലിയുണ്ട്. പക്ഷേ ആ സമയത്താണ് ദൈവം നോക്കിയിട്ട് അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടിട്ട് അവനൊരു തുണയുണ്ടാക്കി കൊടുത്തു. തക്ക തുണ. അപ്പോൾ ഈ തുണ എന്ന് പറയുന്നത് അവന് കൊടുത്ത ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ആണ് കൊടുത്തത്. അത് അവളുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുമെന്നേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ടുള്ള കാരണം അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനൊരു സഖി വേണം. അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പുരുഷൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ദൈവം അവനെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിവാഹം കഴിച്ച ശേഷം അല്ലെങ്കിൽ ഭാര്യയോടുകൂടി അത് ചെയ്യണമെന്നാണ്. അപ്പോൾ കുടുംബത്തിൽ അയാളുടെ ഉത്തരവാദിത്തം എന്താണ്? അപ്പോൾ കുടുംബത്തിലെ ഒരു പുരുഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, എന്താണ് അവൻ്റെ ജീവിത ഉദ്ദേശം എന്ന കാര്യത്തിൽ അവനൊരു ക്ലാരിറ്റി വേണം. ഇന്ന് പല പുരുഷന്മാർക്കും ഇല്ലാത്തതാണ്. അവരുടെ ജീവിതം എന്തിനാണ്, അവരുടെ ജീവിത ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. ആദ്യം പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനൊരു ഉദ്ദേശം കൊടുത്തു, ഒരു ജോലി കൊടുത്തു, ഉത്തരവാദിത്തം കൊടുത്തു. അത് ചെയ്യുക എന്നുള്ളതായിരുന്നു അവൻ്റെ ജീവിത ഉദ്ദേശം. അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഈ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പുരുഷൻ അവൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ബുദ്ധിമുട്ടും. പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പക്വതയുള്ള ഒരാളാണ്. ഇന്ന് പലപ്പോഴും വിവാഹം കഴിക്കുന്നത് പുരുഷനല്ല, പ്രായമായ ഒരു ആൺകുട്ടിയാണ്. നമ്മളിപ്പോഴും ചെറുക്കനെന്നല്ലേ പറയുന്നത്. മണവാളൻ എന്ന് പോലും പറയില്ല, ചെറുക്കനെന്നാണ്. പയ്യനാണ്, പയ്യൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് സത്യമാണ്. കാരണം പുരുഷനായിട്ടില്ല, ഒരു പയ്യനാണ്. പക്ഷെ അവന് പ്രായമായി, ജോലി കിട്ടി, ഇനി കല്യാണം കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും പക്വത വന്നിട്ടല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ വീണു എന്ന് വിചാരിക്കുക. വീണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ കരഞ്ഞുകൊണ്ടായിരിക്കും വരുന്നത്. ചിലർ കരയല്ല, എന്നാലും മിക്കവാറും വീണ് കരയും, വേദനയുണ്ടല്ലോ. ഇത് പ്രതികരിക്കുന്ന അമ്മയായിരിക്കും. അമ്മ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? അയ്യോ മോനെ, നിനക്ക് എന്ത് പറ്റി? അവനെ വിളിച്ചു, അവൻ്റെ മുറിവ് വൃത്തിയാക്കി അവന് ശുശ്രൂഷിക്കുകയാണ്. നീ വല്ലതും കഴിച്ചോ, നീ വല്ലതും കുടിച്ചോ എന്ന് ചോദിച്ച്, അതൊക്കെ അറിയാമല്ലോ എങ്ങനെയാണ് ഒരു അമ്മ പെരുമാറുന്നത്. ഇവന് 25 വയസ്സായാലും അമ്മ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. അയ്യോ എൻ്റെ കൊച്ചേ, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബ്ലഡ് ഡോണേഴ്സ് ക്ലബ്ബ്, കോളേജിൽ ബ്ലഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനും പോയി ബ്ലഡ് കൊടുത്തു. ഞാൻ ഈ കാര്യം വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ, നീ എന്തിനാ ബ്ലഡ് കൊടുത്തു? ഞാൻ കൊടുക്കാറുണ്ടല്ലോ. മനസ്സിലായോ? അപ്പോൾ അമ്മയ്ക്ക് ഒരു പയ്യനാണ്, ഒരു ചെറുക്കനാ, പുരുഷനായിട്ടില്ല. കഷ്ടം എന്താണെന്നറിയോ? ഈ പയ്യന്മാരും ഇങ്ങനെ തന്നെയാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞു ഇപ്പം ഇത്ര നാൾ അമ്മ ചെയ്തു നോക്കി, ഇനി ഭാര്യ ചെയ്യണം. അവനൊരു ബുദ്ധിമുട്ട് വന്നാൽ അവനെ ആശ്വസിപ്പിക്കണം, അവനെ ശുശ്രൂഷിക്കണം. മടിയുടെ അടുത്ത് വെക്കാൻ പറ്റുകയല്ലോ. എന്നാലും അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാനുള്ള ഒരാളാണ് ഭാര്യ എന്ന് പലരും തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇവനൊരു പുരുഷനായി കഴിഞ്ഞാൽ, അവനൊരു മുറിവുണ്ടായാൽ
അവൻ തന്നെയാണ് അത് ചെയ്യേണ്ടത്. മെഡിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യണം, പക്ഷേ വേറൊരാളൊന്നും അയ്യോ മോനെ അല്ല, അവൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ചെയ്യണം. നേരെ മറിച്ച് ഒരു കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവളെ ആശ്വസിപ്പിക്കുകയും അവളുടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് പുരുഷൻ. അതാണ് ഒരു പുരുഷൻ. മറ്റേതൊരു ചെറുക്കനാണ്. അപ്പം ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവനൊരു പുരുഷനാവണം, പുരുഷനായിട്ട് ബിഹേവ് ചെയ്യണം. ഇന്ന് പല വീടുകളിലെയും കുഴപ്പം അതാണ്. പക്ഷേ ചിലർ പുരുഷത്വം കാണിക്കാൻ വേണ്ടി പുരുഷത്വം കാണിക്കുക എന്ന് പറയുന്നത് പിന്നെ കായിക ബലം കൊണ്ടല്ലേ? അതാണോ പുരുഷത്വം? അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളും പുരുഷത്വം ഉണ്ടല്ലോ ആനയ്ക്ക്. ആ ഒരു ഉത്തരവാദിത്തം, ആ ഒരു റോള് ഏറ്റെടുക്കണം. എൻ്റെ ഭാര്യയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവളുടെ സംരക്ഷണം, അവളുടെ വെൽബീയിങ് എൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. അതാണ് പുരുഷത്വം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്, ആദ്യ മനുഷ്യന് ഇൻസ്ട്രക്ഷൻസ് ദൈവം കൊടുത്തു. അത് അവന് വേണ്ടി മാത്രമായിരുന്നില്ല. അപ്പോൾ അവന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, പിന്നെ അവനെ ഒരു ടീമാക്കി. ഭാര്യയും ഭർത്താവും ചേർന്നൊരു ടീമായി. അപ്പോൾ അവന് ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻസ്, അവൻ്റെ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇത് ഭാര്യയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, പറയണം. അത് ആദാം ചെയ്തു. നമുക്കത് 3-ാം അധ്യായം വരുമ്പോൾ അറിയാം. 3-ാം അധ്യായത്തിൽ സർപ്പം ഹവ്വയെ ചതിക്കുന്ന ആ ഭാഗത്ത് ഹവ്വ പറയുന്നുണ്ട്. ആദാം പറഞ്ഞിട്ടാണല്ലോ അവൾ ഇത് അറിഞ്ഞത്. ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്, അത് കഴിക്കുന്ന നാളിൽ മരിക്കും എന്നൊക്കെ ദൈവം ആദാമിനോട് പറഞ്ഞത് ആദാം പറഞ്ഞു. അപ്പോൾ അത് അവിടെ സംഭവിച്ചിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ജീവിത ഉദ്ദേശം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതിന് ബൈബിളിലെ പുരുഷന് അപ്പോൾ ബൈബിളിലെ ചില വാക്കുകൾ തന്നെ ആളുകൾ എടുത്തിട്ട് പറയും, ഞാനാണ് തല. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പുരുഷന്മാരുണ്ട്. ഓർമ്മിപ്പിക്കും. വേറൊരു വീട്ടിൽ വഴക്കുണ്ടായപ്പോൾ ഭർത്താവ് ഇങ്ങനെ ഭാര്യയോട് ചോദിക്കുകയാണ്, ഞാനോ നീയോ തല ഇവിടെ എന്ന് ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ തലയാണെന്ന് പറയുന്നതിന് പകരം തലയായിട്ട് പെരുമാറണം, തലയായിട്ട് ബിഹേവ് ചെയ്യണം. ഒരു രസകരമായ കഥ കേട്ടിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലറെ കാണാൻ പോയപ്പോൾ കൗൺസിലർ പറഞ്ഞു, ഭർത്താവാണ് കുടുംബത്തിൻ്റെ തല. അപ്പോൾ ഭാര്യ പറഞ്ഞു, പുള്ളി തലയാകുന്നതിന് എനിക്കൊരു വിരോധമില്ല, പക്ഷെ ഞാനായിരിക്കണം കഴുത്ത്, ഞാൻ പറയുന്നിടത്തോട് പുള്ളി തിരിയണം. ഭർത്താവ് തലയെന്ന് പറഞ്ഞാൽ ഭാര്യയെയും വീട്ടിലുള്ള മറ്റുള്ളവരെയും അടക്കി വാഴുന്ന ഒരു ഏകാധിപതി, ഒരു ടൈറൻറ്റ്. വീട്ടിൽ എന്തും ചെയ്യാൻ അധികാരമുള്ള ആൾ, എന്ത് തോന്നിയാസവും കാണിച്ചിട്ട് ഹീ ക്യാൻ ഗെറ്റ് അവേ വിത്ത്. അപ്പൻ എന്തും ചെയ്യാം, അല്ലെങ്കിൽ ഭർത്താവിന് എന്തും ചെയ്യാം. അതല്ല തലയെന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ അനാലജി ഒന്ന് നോക്കിക്കേ. തലയുടെ ഉത്തരവാദിത്വം എന്താ? തലയാണ് എല്ലാത്തിനും, എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും ഉത്തരവാദി തലയാണ്. ഇപ്പം നമുക്ക് വിശക്കുമ്പോൾ നമ്മുടെ വയറ്റിലാണല്ലോ വിശപ്പ്. അതെ, കൈകൊണ്ട് ഭക്ഷണം എടുക്കുന്നു, പക്ഷെ അത് തലയിൽ കൂടിയാണ് അകത്തോട്ട് പോകുന്നത്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ വരെ തലയ്ക്കാണ് ഉത്തരവാദിത്വം. അപ്പോൾ അത് കുടുംബത്തിൻ്റെ കാര്യത്തിൽ ശരിയാണ്. കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി പുരുഷനാണ്. എനിക്കറിഞ്ഞൂടാ, ഞാനിതിൽ ഉത്തരവാദിയല്ല എന്ന് പറയാൻ ഒരു പുരുഷന് അല്ലെങ്കിൽ വീട്ടിലെ ഒരു ഭർത്താവിന് കഴിയില്ല. അത് അവൻ്റെ ഉത്തരവാദിത്തമാണ്, അത് അവളുടെ കാര്യമാണ്, അല്ലെങ്കിൽ മക്കളുടെ കാര്യമാണ്, പറയാൻ പറ്റില്ല. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. മാത്രമല്ല, ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ നമ്മളത് അറിയിക്കേണ്ടവരെ അങ്ങ് അറിയിക്കുകയാണ്. കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ കാണുമല്ലോ, മെയിൻ്റനൻസ് നോക്കുന്ന ഒരാൾ കാണും. ആളെ വിളിച്ച് പറയുന്നു, പുള്ളി അത് ചെയ്യുന്നു. ഇനി അത് ശരിയായില്ലെങ്കിലോ അയാൾ അതിൻ്റെ മുകളിലുള്ള ആളോട് പറയുന്നു. ഇങ്ങനെ പോയി അവസാനം ഏറ്റവും മുകളിൽ ഒരാളുണ്ട്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. പുള്ളിയുടെ അടുത്ത് വന്നു കഴിയുമ്പോഴോ, ഇനി ഞാൻ വേറെ ഒരാളോടെങ്കിലും ചോദിക്കാം എന്ന് പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇംഗ്ലീഷിൽ പറയും ദ ബക്ക് സ്റ്റോപ്സ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇതിനി വേറൊരാളെ കൊടുക്കാൻ പറ്റില്ല. ഇതാണ് ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്വം. വീട്ടിലെ തീരുമാനങ്ങളുടെ ഉത്തരവാദി പുരുഷനാണ്. അതുകൊണ്ടാണ് പുരുഷൻ തലയെന്ന് പറയുന്നത്. ഒരു വീട്ടിലൊരു പുരുഷൻ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. മനുഷ്യരല്ലേ, എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റും ശരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വീട്ടിൽ ഡിസ്കസ് ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല. ഭാര്യയുടെയും കൂടെ അഭിപ്രായം അറിഞ്ഞിട്ട് തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ, പ്രായമായ മക്കളുണ്ടെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ
ആ തീരുമാനത്തിൻ്റെ ഉത്തരവാദി പുരുഷനായിരിക്കണം. ഈ ഉത്തരവാദി അല്ലാതെ വരുന്ന ഒരു സംഭവം ഞാൻ പറയാം. അപ്പോൾ ഒരു തീരുമാനം എല്ലാവരും ഒക്കെ ചോദിച്ചു, എന്നിട്ട് ഈ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, ഇയാൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? സാധാരണ സംഭവിക്കുന്നത് ഞാൻ പറയാം, അവൻ പറഞ്ഞത് അല്ലെങ്കിൽ അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. എന്തോ ഉത്തരവാദിത്തം ഒഴിവോ അത് വേറെ ആൾ തലയെ കെട്ടി വെക്കാൻ നോക്കുക. അവർ പറയുന്നത് കേട്ടു, അതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നീ തീരുമാനം എടുക്കണം. നീ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് തീരുമാനം തെറ്റിപ്പോയാൽ ഞാനെടുത്ത തീരുമാനം തെറ്റിപ്പോയെന്ന് പറയണം. അതാണ് ഉത്തരവാദിത്വം, അതാണ് പുരുഷത്വം. അല്ലാതെ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നു കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അത് അവൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്ന് പറയുന്നതിന് പകരം ഞാനെടുത്ത തീരുമാനമാണ് പക്ഷേ അത് തെറ്റിപ്പോയി എന്ന് പറയുന്നതാണ് പുരുഷത്വം. അതിന് ഗട്സ് വേണം. അതാണ് പുരുഷത്വം. അല്ല ഭാര്യയുടെ കഴുത്തിന് പിടിച്ച് നിൽക്കുന്നതോ അവക്കിട്ട് തൊഴിക്കുന്നതോ അല്ല പുരുഷത്വം. ഇതാണ് പുരുഷത്വം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. അവൻ കുടുംബത്തിലെ തീരുമാനങ്ങൾക്ക് ഉത്തരവാദിയാണ്.